മുൻവർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും ഓസ്ട്രേലിയയിലെ ക്രൈസ്തവ വിശ്വാസികൾ ഓശാന പെരുന്നാൾ പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു. ഈസ്റ്ററിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാൾ എന്ന് അറിയപ്പെടുന്നത്. അന്നേ ദിവസം ക്രിസ്തീയ വിശ്വാസികൾ കുരിശിലേറ്റപ്പെടുന്നതിനു മുമ്പ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലിവ് മരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവീദിന്റെ പുത്രന് ഓശാന എന്ന് പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ ബൈബിൾ സംഭവത്തെ അനുസ്മരിക്കുന്നു. ഓശാന ഞായറോടുകൂടി ക്രൈസ്തവ സഭകൾ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നു. യഹൂദരുടെ പെസഹ പെരുന്നാളിന്റെ 6 ദിവസങ്ങൾക്ക് മുമ്പായി യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥനിയയിലേക്ക് യേശു വന്നു എന്നും പിറ്റേന്ന് പെരുന്നാളിന് വന്ന ഒരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോലയെ എടുത്തുകൊണ്ട് ഹോശന്ന ഇസ്രയേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നതായും പറയപ്പെടുന്നു. അന്നേ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള ആഘോഷപൂർവമായ ആഗമനത്തെപ്പറ്റിയുള്ള സുവിശേഷ ഭാഗങ്ങളുടെ വായനയും കുരുത്തോലകളുടെ ആശീർവാദവും കുരുത്തോലകളുമേന്തിയുള്ള പ്രദക്ഷിണവുമുണ്ട്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട സഭകളിൽ ഈ കുരുത്തോലകൾ അടുത്തുവരുന്ന ക്രിസ്മസ് ദിനത്തിലെ തീജ്വാല ശുശ്രൂഷകളിൽ ഉപയോഗിക്കുന്നു. ഇത്തവണയും മെൽബണിലുള്ള സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വിശ്വാസികൾ ഭക്തിപുരുഷരം ഓശാന കൊണ്ടാടി. ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛന്റെ കാർമ്മികത്വത്തിലാണ് ഇത്തവണ അവരുടെ ഓശാന ആഘോഷങ്ങൾ നടന്നത്. ഭൂസ്വർഗങ്ങളിലൂശാന ദാവീദാ